നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന വളരെ വിശിഷ്ടമായൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, അല്ലെങ്കിൽ 4 മണി പലഹാരമോ എന്തെങ്കിലും ആയിട്ട്. ഇത് കണ്ടോ, നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടാക്കിയ നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. ആ ഇഡ്ഡലി ഒരു മിച്ചം വന്ന അന്നേരം തന്നെ നമ്മൾ പുളിച്ചു പോകാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ട് ആ ഇഡ്ഡലി കൊണ്ടുള്ള ഒരു വിഭവമാണ് കാണിക്കുന്നത്. ഈ ഇഡ്ഡലി വളരെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഇതുകൊണ്ട് ഒരു വിശിഷ്ടമായ നല്ല ടേസ്റ്റബിളായ ഉപ്പുമാവാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് വീടുകളിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഒരു 6 ഇഡ്ഡലിയുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് അമ്പളി ഇതൊന്ന് അരിഞ്ഞ് പെട്ടെന്ന് തന്നെ വളരെ ചെറുതായിട്ട് നല്ല വൃത്തിയായിട്ട് അമ്പളി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഇതിന് ചേർക്കേണ്ട മറ്റ് ചേരുവകളാണ് ഞാൻ കാണിക്കുന്നത്. ഇതേടെ ഇങ്ങോട്ട് കാണിച്ച് ഒരു വലിയ സവാള ചെറുതായിട്ട് ഉപ്പുമാവിന് അരിയുന്ന പോലെ അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ചുമ്മാ അവസാനം ഇത് ചേർക്കാനായിട്ടൊരു നിറത്തിന് വേണ്ടി കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതുണ്ട് കടുക്, വറ്റൽമുളക്, കരിയാപ്പില, വെളിച്ചെണ്ണ, ഒരല്പം ഒരു മുറി തേങ്ങ തിരിഞ്ഞു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടുമ്പോഴത്തേന് അതിലേക്ക് വറ്റൽമുളക്, ഇട്ടു. അതിലേക്ക് കരിയാപ്പില മൂത്ത് വന്നപ്പോഴത്തേന് അത് സവോള, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ഇളക്കുകയാണ്. ഇപ്പം ഇഡലി ഉപ്പുമാവൊന്നും ആരും കഴിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഇഡലിക്ക് ഭക്ഷണ സാധനം മിച്ചം വരുമ്പോൾ നമുക്കത് എന്താ ഒരു രുചികരമായ മറ്റൊരു വിഭവമാക്കാം. അതാണ് നമ്മുടെ ഒരു വൈഭവത്തോട് കൂടി ചെയ്യുന്നത്. ഇത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇഡലിക്ക് ഉപ്പുണ്ട് എങ്കിലും ഇനി തേങ്ങായും അതിൻ്റെ കൂടെയുള്ള ഉപ്പ് ഇത് നമ്മൾ സാധാരണ ഇത് വെള്ളം ഒഴിക്കാറുണ്ട്. ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിന് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ ഈ വെള്ളത്തിന് പകരം ഒരല്പം കൂടെ നമ്മൾ ടേസ്റ്റബിളായിട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാലാണ് ഒഴിക്കുന്നത്. ആദ്യം ഒരു ചെറിയ വെള്ളം ഒഴിക്കും. അപ്പം വെള്ളം കൂടുതൽ വേണ്ട, ചുമ്മാ ഒന്നും പരത്തിയെടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഒരല്പം പാല് എന്നിട്ട് ഈ തിളയ്ക്കുമ്പോഴത്തേന് നമ്മൾ പാല് ഒഴിച്ചത് തിളയ്ക്ക് ആവശ്യത്തിന് മതി. എന്നാണ് ഇഡ്ഡലിക്കകത്തൊക്കെ ജലാംശം ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ അകത്തേക്ക് പാല് ഒഴിച്ചു. എന്നിട്ട് തിളയ്ക്കുമ്പോൾ അപ്പം ഇതിൻ്റെ അകത്ത് ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, പിന്നെ വറ്റൽമുളക്, കടുക്, ഇത്ര ഐറ്റമാണ് ഉള്ളത്. അതിലേക്ക് നമ്മൾ തിളച്ച് വരുന്നു. ഇനി നമ്മൾ തീ അല്പം കുറച്ചിട്ട് ഈ ഇഡ്ഡലി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഡ്ഡലി കുടഞ്ഞു ഒരു 6 ഇഡ്ഡലിയുണ്ട്. അത് നമ്മൾ കുടഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നു. ഇനിയും ഇത് ഓൾറെഡി കുക്കായതാണ്. അപ്പം മാവ് പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഡലിക്ക് കണ്ടമാനം പുളി ഉണ്ടെങ്കിൽ ആ പുളി നമുക്ക് ഈ ഉപ്പുമാവിലുണ്ടാകും. അപ്പം പുളി കുറഞ്ഞ മാവ് ഇതിലുണ്ടാക്കിയ ഇഡലിയാണ് ഇത്. നമ്മൾ ഇതുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. ഒരു അരമുറിയോളം തേങ്ങ കൂടെ ഇതിലേക്ക് ചേർക്കണം. തേങ്ങ ഏത് സാധനത്തിൽ ചേർത്താലും അതിന് ടേസ്റ്റ് കിട്ടും. അപ്പം തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കും. അപ്പം നമുക്ക് ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കാത്ത ചില കാര്യങ്ങളാണ്. നമ്മൾ പാചകത്തിൽ നമ്മൾ ഇഡലി അതിനൊരു രൂപാന്തരം ഉണ്ടായി മറ്റൊരു സാധനമായിട്ട് നമുക്ക് മറ്റൊരു പലഹാരമായിട്ട് വിശിഷ്ടമായ വളരെ സാധാരണ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ റവ വെച്ചുണ്ടാക്കുന്നതൊക്കെ വലിയ താല്പര്യമില്ല. ഉപ്പുമാവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസിലൊക്കെ ആളുകൾ പറയുന്നത് മയക്കുവെടി എന്നൊക്കെയാണ്. പോലീസുകാർ ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു തളർച്ചയായിട്ട് അങ്ങനെ കിടക്കുമെന്ന് പറയാം. അപ്പം ഇതുണ്ട് നല്ല ചോറിന് ഇത് ഇപ്പം
ഒട്ടും നമ്മൾ ഉദ്ദേശിക്കാതെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന് ഒട്ടും വളരെ പുളി കുറഞ്ഞൊരു ഇഡ്ഡലിയാണ് ഞങ്ങൾ രാവിലെ കഴിച്ചപ്പോൾ തന്നെ. അന്നേരം തന്നെ നമ്മൾ ഇതേപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് മിച്ചം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാരറ്റ് വൃത്തിയായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞ് അതെന്താണ് ഈ കാരറ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ഇതൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ കണ്ടാൽ ഒരു ഭംഗി കൂടെ ആ കാരത്തിൻ്റെ ഒരു ഗുണം കൂടെ കിട്ടും. അപ്പോൾ ആവിയിൽ പുഴുങ്ങിയ ഏത് പലഹാരത്തിനും അതിൻ്റേതായ ഗുണമുണ്ട്. അപ്പം ആവിയിൽ പുഴുങ്ങി എടുത്ത ഇതൊരു കേരളത്തിലെ ട്രഡീഷണൽ ഫുഡാണ്. ഏറ്റവും നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി വട ഇത്രയും ഇതാണ് നമ്മൾ. അപ്പം ഇപ്പം നല്ല ഉണങ്ങി നല്ല ഉപ്പുമാവിൻ്റെ അതേ കണ്ടിട്ടില്ല. ഇത് നല്ല ഉണങ്ങി നല്ല കണ്ടിട്ട് ഇത് ഇതൊരു നല്ല സൂപ്പായിട്ട് ഒരു അപ്പോൾ ഈ സ്റ്റൗ ഓഫാക്കുകയാണ്. നമുക്ക് ആ വെള്ളം ഒഴിക്കുന്ന വളരെ കൂടുതലായിട്ട് ഒഴിക്കും. സ്റ്റൗ ഓഫാക്കി നമുക്ക് എത്ര കണ്ടോ ആവി പറക്കുന്ന വളരെ ഒരു കുട്ടികൾക്കൊക്കെ ഇഡലി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. അതിൻ്റെ അത് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ട് കിസ്മസോ ഒക്കെ നിലക്കടല വറുത്തോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ചേർത്ത് ഇതിന് രുചി വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കടിയൊക്കെ അല്ലെങ്കിൽ അത് ഉഴുന്ന് പരിപ്പ് ചേർത്ത് ഇടാം. പറയണം ഇത് സൂപ്പറാണ്. അവൻ പോയി കുറേ പോയി.